നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൂട്ട് കസ്റ്റേർഡിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ? നമ്മുടെ വീടുകളിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴോ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണ്. അപ്പോൾ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റേർഡാണ് ഇന്ന് തയ്യാറാക്കുന്നത്. 1/2 ലിറ്റർ പാലെടുക്കണമെങ്കിൽ ഏകദേശം 2 കപ്പ് അളവിൽ വേണം കേട്ടോ പാലെടുക്കാൻ. ഞാനിവിടെ മുഴുവൻ പാലും എടുക്കുന്നില്ല, 1.25 കപ്പ് പാലാണ് ഇപ്പോൾ തിളപ്പിക്കാൻ പോകുന്നത്. 1/4 കപ്പ് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ പാലൊന്ന് അടിക്കൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. പാല് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി, നമുക്കിത് വറ്റിച്ചൊന്നും എടുക്കണ്ട. ഇനി നമ്മുടെ കസ്റ്റേർഡിലേക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ടിന്ന് കണ്ടൻസ് മിൽക്കാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് ഏകദേശം 20 ഗ്രാമാണ് വരുന്നത്. ഇനി മധുരം നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടതെങ്കിൽ ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ നോക്കിയപ്പോൾ മധുരം പോരായിരുന്നു, അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിനായിട്ട് അല്പം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റേർഡ് തയ്യാറാക്കാവേ. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ 1/4 കപ്പ് പാലില്ലേ, അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. വാനില ഫ്ലേവർഡ് കസ്റ്റേർഡ് പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എനിക്കിവിടെ പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡറാണ് കിട്ടിയത്, ഫ്ലേവേർഡ് അല്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് ലംസ് ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ കസ്റ്റേർഡ് തയ്യാറാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം കുറുകിയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകും. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഇല്ലേ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് പാല് കുറുക്കിയെടുക്കാൻ പറ്റും. ഇപ്പം തന്നെ നോക്കിയാൽ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണേ. അരിച്ചെടുക്കുന്നത് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനും അത് മാത്രമല്ല കുറച്ചും കൂടെ ലൂസാകും, സോഫ്റ്റും ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ തോന്നിയാൽ നിങ്ങൾ മിക്സിയിൽ ഒന്ന് കറക്കിയതിന് ശേഷം ഇങ്ങനെയൊന്ന് അരിച്ചെടുത്താൽ മതിയാകും. കസ്റ്റേർഡ് അരിച്ചെടുത്തതിന് ശേഷം നല്ല രീതിക്ക് ചൂടാറണം. ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതിയാകും. ഫ്രിഡ്ജ് വെക്കുമ്പം അടച്ചു തന്നെ വെക്കണേ. ഏതെങ്കിലും ലിഡുള്ള ഒരു പാത്രത്തിൽ വേണം അടച്ചു വെക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ മാങ്ങയുണ്ട്, അതുപോലെ ആപ്പിള്, പോമിഗ്രാനറ്റ്, പിന്നെ ഏതെങ്കിലും ഒരു പഴമേ, ഏത്തപ്പഴമോ ചെറുപഴമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാവേ. ഇന്ന ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓറഞ്ചും അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യണ്ട, ബാക്കി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാമേ. ഞാനിനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരി കാണാനൊരു ഭംഗിക്കാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല, ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിനകത്തൊന്ന് വെക്കണേ, തണുപ്പിച്ച് കിട്ടാനും അതുപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് ഇതിൽ പിടിച്ച് ഡിസോൾവായി കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതും ക്ലോസ് ചെയ്ത് വെക്കണേ. നമ്മളൊരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ തുറന്നെടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ കസ്റ്റേർഡൊക്കെ നല്ല രീതിക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് 1/2 കപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്. ഒറിജിനൽ കസ്റ്റേർഡിൻ്റെ റെസിപ്പിക്കകത്ത് നമ്മൾ ഐസ്ക്രീം ഒന്നും ചേർത്ത് കൊടുക്കാറില്ല. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഫ്രൂട്ട്സ് ഇല്ലേ, അതാണ് ഇനി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുമ്പം പഞ്ചസാര ഇടുന്ന ആ സ്റ്റെപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ ഇട്ട് വെക്കുന്നതും അല്ലാതെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇനി ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡ് മാറ്റുന്നുണ്ട്.
ഇനി ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമേ. ഞാനിവിടെ നമ്മുടെ കസ്കസ് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്യുകയും ചെയ്യാം. ഇനി കുറച്ച് പോമിഗ്രാനറ്റും വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രേപ്സും കൂടെ വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെക്കറേഷന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ. നല്ല ടേസ്റ്റാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണല്ലോ. പക്ഷേ എപ്പോഴും ഈ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിച്ചെങ്കിൽ, അല്ലെങ്കിൽ ജ്യൂസാക്കി മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്കും ഒരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് തോന്നത്തില്ല കേട്ടോ. ഞാനും പാത്തുക്കുട്ടനും കൂടെ എടുത്തു വെച്ച മുഴുവൻ കസ്റ്റാർഡും അകത്താക്കി. അപ്പോൾ നിങ്ങളും വീട്ടിലിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ. അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.